നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കലണ്ടർ നോക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ കലണ്ടർ കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു പാടുള്ള ജോലിയാണ്. അതായത് നമ്മളിപ്പോൾ ഗൾഫിലുള്ള ആളൊക്കെ ആണെങ്കിൽ കലണ്ടർ നമ്മളെ കയ്യിൽ, വീട്ടിലുള്ള കലണ്ടർ നമ്മളെ കയ്യിൽ ഒക്കെ കൊണ്ടുപോകണം. അങ്ങനെ കുറേ ബുദ്ധിമുട്ട്. കലണ്ടർ ഇല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല. എന്നാൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കലണ്ടർ ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ കലണ്ടർ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ സൗജന്യമായിട്ട് എല്ലാം നോക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ സാധാരണ കലണ്ടറിലില്ലാത്ത ഒരുപാട് ഫീച്ചർ ഈ കലണ്ടറിലുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇനി ഫോണിൽ ഈ കലണ്ടർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. കലണ്ടർ കൊണ്ട് നടക്കണമെന്നില്ല. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും അറിയാമെന്നുള്ള ആപ്ലിക്കേഷനാണ്, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. ബ്ലൂ നിറത്തിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ആപ്പ് എന്നായിരിക്കും, അല്ലെങ്കിൽ ആപ്പ് ലിങ്ക് എന്നായിരിക്കും. എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ ബ്ലൂ നിറത്തിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പുതുവർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വർഷം ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. മാതൃഭൂമിയിലെ കലണ്ടറാണ്. 2026 ജനുവരിയിലുള്ള കലണ്ടറാണ്. ഇവിടെ 3 ലൈൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് മുഹൂർത്തങ്ങൾ, അതായത് മുഹൂർത്തങ്ങൾ നമുക്കറിയാൻ പറ്റും. കേന്ദ്ര സർക്കാർ അവധി എന്നൊക്കെയാണ് നമുക്ക് എന്ന് അറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അന്ന് അവധി എന്ന് നമുക്ക് മുൻകൂട്ടി നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കലണ്ടറിൻ്റെ 2025 കലണ്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. ഇത് 2025 കലണ്ടറാണ്. ഇതുപോലെ ഇങ്ങനെ നീക്കി കൊടുത്താലും മതി. നിങ്ങൾക്ക് 2025 കലണ്ടർ എടുക്കാം. ഇപ്പം ഞാൻ 24 എത്തിയിട്ടുണ്ട്. 25 ഇതുപോലെ നീക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാവുന്നതും ആണ്. ഞാൻ ഇപ്പം നീക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോഴുള്ള മാസം അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ 2026 ഫെബ്രുവരി ഇതുപോലെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലണ്ടറായിട്ട് എടുക്കാവുന്നതാണ്. മാർച്ച് എടുക്കുക, ഫെബ്രുവരി എടുക്കുക. ഇപ്പോൾ ജനുവരി ആണല്ലോ, നമുക്ക് ഇപ്പോൾ ജനുവരി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റകളിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ കുറേ കാണിക്കുന്നുണ്ട്. രാവുകാലം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് രാവുകാലം, യമണ്ടകാലം, അങ്ങനെ കാലങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞ് ഈ കലണ്ടർ ഒക്കെ വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഫീച്ചറുള്ള കലണ്ടറാണ് ഈ മാതൃഭൂമിയിലെ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും ഓപ്ഷൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയോ? ഇനി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓർമ്മക്കുറിപ്പുകൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ജനുവരിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡേറ്റുകൾ, ഇപ്പോൾ ഒരാൾക്ക് ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്ത് വയ്ക്കാൻ ഈ കലണ്ടർ സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് അധികം പ്രത്യേകതകളുള്ള ഒരു കലണ്ടർ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്ക് എന്ന് ബ്ലൂ നിറത്തിൽ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ
ആപ്പ് എന്ന് മാത്രം കൊടുത്തിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൽ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഏളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസാണ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.